ഞാൻ ഈ സംഭവം പുറത്തെടുത്ത് വെച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഐസ്ക്രീമാണോന്ന്. പക്ഷേ ഐസ്ക്രീം അല്ല, അത് ഫ്രഷ് ക്രീമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പാട 2 ആഴ്ച ഇവിടെ കൊണ്ടുവന്ന പാലിൻ്റെ പാടയാണ് ആ കാണുന്നത്. ഇത് കൊണ്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകാൻ കിട്ടും. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനൊരു താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്ട് എൻ്റെ അനിയത്തിയാണ്. ഈ ക്രീം മിക്സിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. ഒരുമിച്ച് ഇടാനേ പാടില്ല, കുറച്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ബട്ടർ കിട്ടും. ഇത് വീണ്ടും തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം എടുത്തെടുത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ബട്ടർ ആണ് ഇത്. ഇതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് വേണം നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നല്ല സ്മെല്ലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനത്ര നല്ല സ്മെല്ലല്ലാട്ട് വരിക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ പതഞ്ഞ് വരുന്ന ഈ പതയുണ്ടല്ലോ, ഇതൊന്ന് പോയി കഴിയുന്നവരാണ്. എപ്പോഴും നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് കളറായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല പ്യുവർ മഞ്ഞയായിട്ട് മാറും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു നെയ്യ് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ.